നമസ്കാരം പി റഹ്മാൻ സാർ. നമസ്കാരം. എന്താണ്, സുഖമായിരിക്കണോ സാർ? സുഖം തന്നെ അല്ലേ സാർ? ഒരു മ്യൂസിക് ഡയറക്ടറൊക്കെ ആണല്ലോ, അതെ അല്ലേ? അതെ. എന്തോരം ആൽബങ്ങൾ അല്ലെങ്കിൽ ഗാനം മ്യൂസിക് ചെയ്തിട്ടുണ്ട് സാർ? ഞാൻ എൻ്റെ 13 വയസ്സിൽ സംഗീതം അഭ്യസിച്ചു സാർ. സംഗീത അക്കാദമി 2 കൊല്ലം പഠിച്ചു സാർ. കുറച്ചു കാലം സ്കൂളുകളിൽ അധ്യാപകനായി ജോലി ചെയ്തു സാർ. മ്യൂസിക് തന്നെ? മ്യൂസിക്. ഓ ഓ ഓ ഓ അത് കഴിഞ്ഞപ്പോൾ 1980 കാലഘട്ടത്തിൽ ജോഷി എന്ന് പറഞ്ഞൊരു സംവിധായകനെ പരിചയപ്പെട്ടു. ഓ, ജോഷി സാർ. ഓ, ജോഷിയല്ല, ജോഷിയാണ്. ജോസി. ഓ സാർ. അയാൾ 2-3 പടം ചെയ്തിട്ടുണ്ട് സാർ. അദ്ദേഹത്തിൻ്റെ ഭാര്യ കലാമണ്ഡലം ജയപ്രഭയാണ് സാർ. അവരുടെ ഹാർമോണിസ്റ്റായിട്ടാണ് സാർ ഞാൻ തുടക്കം ഈ കുറിക്കുന്നത്. തുടക്കം കുറിക്കാന്ന് പറഞ്ഞാൽ ഈ സ്കൂൾ വിദ്യ എല്ലാം കഴിഞ്ഞതിന് ശേഷം സാർ അമച്ചർ വേദിയിലേക്ക് വരും. സാർ. അവർക്ക് ആ സംഗീതം കൊടുക്കുക, ഡാൻസ് പാർട്ടികൾക്കും സംഗീതം കൊടുക്കുക. അപ്പോൾ അവരുടെ ഭർത്താവ് ഈ ജോഷി എന്ന് പറഞ്ഞ ഡയറക്ടർ ചെന്നൈയിലാണ്. അയാൾ ഒരിക്കൽ വന്ന് അയാളുടെ പടത്തിൽ പാട്ട് വേണമെന്ന് ആവശ്യപ്പെട്ടു. സാർ. അങ്ങനെ വിഭജിക എന്ന് പറഞ്ഞൊരു ചിത്രത്തിന് വേണ്ടി ഐരൂർ സദാശിവനും ഞാനും ചേർന്ന് കുറച്ച് പാട്ടുകൾ ചെയ്തു. ജോഷിയും യേശുദാസുള്ള ബന്ധത്തിൽ അവരത് റെക്കോർഡ് ചെയ്തു. സാർ. അതാണ്. പക്ഷെ ആ പടം വെളിച്ചം കണ്ട് അവിടെ തുടങ്ങിയാണ്. പിന്നെ ഈ അമച്ചർ വേദിയിൽ കുറേ നടന്നു കഴിഞ്ഞപ്പോൾ ഒരു സുപ്രഭാതത്തിൽ വടമേൽ, അതായത് കൊടുങ്ങല്ലൂർ മാള, സാർ, അവിടെ ഒരു ടാഗോർ കലാ സമിതിയുണ്ട്. അവിടെ ഒരു നാടകത്തിന് ഓർക്കസ്ട്രയായിട്ട് ഞാൻ പോയി. സാർ. അവിടെ ചെല്ലുമ്പോൾ തബല വായിക്കുന്നതെന്ന് നമ്മുടെ ശരീരനായ മാള രവീന്ദ്രനാണ്. ഓ, അത് ശരി. ഓ, സാർക്ക് വേണ്ടി തബല വായിക്കാൻ അവിടെ നാടകത്തിന് വേണ്ടി വന്നതാണ്. ഓ, പുള്ളി ആ നാട്ടുകാരൻ തന്നെയാണ്. ഓ ശരി. അവിടെ തന്നെയാണ് വീട്. ഓ ഓ അവരുടെ കലാസമിതിയാണ്. ഓ ശരി സാർ. അങ്ങനെ പുള്ളിയായിട്ട് പരിചയപ്പെട്ടു. ഓ, പുള്ളി എന്നെ പ്രൊഫഷണൽ നാടക രംഗത്തേക്ക് വിളിച്ചു. ഓ അത് ശരി. പുള്ളിയുടെ തിയേറ്ററിൽ തന്നെ ഞാൻ 2 കൊല്ലം വർക്ക് ചെയ്തു. സാർ. പിന്നെ മരിക്കുന്നത് വരെ ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോയി. പിന്നെ ഈ നടക്കുന്ന കാലത്ത് ഞങ്ങൾ അമച്ചുറായിട്ട് നടക്കുന്ന സമയത്ത് എനിക്ക് ഓർക്കസ്ട്ര ട്രൂപ്പുണ്ട്. അത് എൻ്റെ ഗിറ്റാർ വായിച്ചുകൊണ്ടിരിക്കുന്നത് ജോൺസൺ മാഷായി, സംഗീത സംവിധായകനായ ജോൺസൺ മാഷായി എന്ന ഗിറ്റാർ. സൂപ്പർ സൂപ്പർ. വയലിൻ വായിക്കുന്നത് സദാനന്ദൻ, വടക്കഞ്ചേരി തന്നെയുള്ള ആളാണ്. ഓ ശരി. ഓ ഓ. അങ്ങനെ ഒരു ടീം എനിക്കുണ്ടായിരുന്നു. ആ ടീമിൻ്റെ കൂടെ നടന്ന് നമ്മൾ സംഗീതം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു മ്യൂസിക് 40ഓളം എഴുത്ത് പിന്നെ എനിക്ക് താല്പര്യമായി. അങ്ങനെയാണ് തിരക്കഥ എഴുതാൻ തുടങ്ങി. കുറേ കഥയൊക്കെ എഴുതി. പിന്നെ ഈ എൻ്റെ മെയിൻ സുഹൃത്തായ സജന മ്യൂസിക് ഷെറീഫ്, ഞങ്ങളൊരു 35 കൊല്ലത്തെ ബന്ധമുണ്ട്. മൂപ്പരെ ഈ രംഗത്തേക്ക് വളർത്തിക്കൊണ്ട് വരുന്നതിൽ കുറച്ച് ശതമാനം എൻ്റെ ഒരു പങ്കുകൂടെയുണ്ട്. സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി പാട്ട് പാടിച്ചു, നല്ലൊരു കാസറ്റ് ഇറക്കി, അതിന് 3 കാസറ്റ് ഇറക്കി. അപ്പോൾ ആ കാലം തൊട്ട് ഞങ്ങൾ സഹകരിച്ചു പോകുന്ന ആൾക്കാർ. ഞാനൊരു 40ഓളം ഹോം സിനിമ, അന്നത്തെ കാലത്ത് ഈ ഹോം സിനിമ CD കാസറ്റിൽ മനസ്സിലായി സാർ, 40ഓളം ചെയ്തിട്ടുണ്ട്. അന്ന് 40 ഹോം സിനിമ ചെയ്ത സംവിധായകനാണ് നിങ്ങൾ അല്ലേ? സംവിധായകനല്ലേ, എഴുത്തുകാരനാണ്, സ്ക്രിപ്റ്റ് റൈറ്ററാണ് അല്ലേ, തിരക്കഥാകൃത്താണ്. സിനിമാ ലോകത്ത് കുറച്ച് പരിചയമുണ്ട് സാർ. കുറച്ച് ആൾക്കാരുമായിട്ടുള്ള ബന്ധം ഈ അരവിന്ദൻ മാഷും അതുപോലെ ജോൺസൺ മാഷൊക്കെ ആയിട്ടുള്ള അടുപ്പത്തിൽ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. സാർ, എത്ര പാട്ടുകൾ മൊത്തത്തിൽ ആൽബം ഉൾപ്പെടെ, നാടകം ഉൾപ്പെടെ, ഹോം സിനിമ ഉൾപ്പെടെ, സിനിമ ഉൾപ്പെടെ എത്ര ആൽബത്തിന് മ്യൂസിക് ചെയ്തു സാർ? ഇപ്പോൾ മൊത്തം കണക്ക് പറയാൻ പറ്റില്ല. അല്ല, എന്നാലും ഏകദേശം ഒരു രൂപം. ഏകദേശം ഞാനത്, അതായത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ
ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നതും ഓ കലകൊണ്ട് തന്നെയാണ്. സാർ മറ്റൊരു പണിയും സാർ ഞാൻ ചെയ്തിട്ടില്ല. ഇല്ല. ഓക്കെ. അപ്പം നമ്മൾ ഈ ശരീരം മൊത്തം കലയാണ്, സംഗീതമാണ് അതിപ്പോഴും ഇപ്പോഴും സാർ. പിന്നെ ലാസ്റ്റായിട്ട് ചെയ്തത് ഇപ്പം ആലപ്പുഴക്കാരനൊരു പിന്നെ AR കാസിം എന്ന് പറഞ്ഞ സംവിധായകൻ്റെ ഓ ഒരു തമിഴ് പടത്തിൽ തിരക്കഥ എഴുതി. ഓ ഓ ദേവക്കോട്ടക്കാരിൽ റിലീസായി. ഓ അത് പുറത്ത് വന്നു. ഓ പിന്നെ കുബേരാപുരം മലപ്പുറം എന്ന് പറഞ്ഞ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതി. സാർ അത് എങ്ങും എത്തിയില്ല. ഓ ഓ ഓ ഓ അതിന് കുറേ നഷ്ടങ്ങളൊക്കെ സംഭവിച്ചു. ഓ ഓ ഓ ഓ അത് കഴിഞ്ഞ് പിന്നെ ഓരോന്നിപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് പല ഈ ഗാനമേളകളിലെ അത്യാവശ്യം ക്ഷേത്രങ്ങളിലും എല്ലാ ഭാഗങ്ങളും നിങ്ങളുടെ എന്നെ അറിയും ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ പ്രോഗ്രാം നടത്താറുണ്ട് അല്ലേ? എന്താ സാർ നമ്മളുടെ ഗാനമേള ട്രൂപ്പിൻ്റെ പേരെന്താ? ഇപ്പോൾ ഞാൻ 18 കൊല്ലമായിട്ട് ഓ ഷൊർണൂർ കൊളപ്പുള്ളിയിൽ ഓ സപ്തസ്വര മ്യൂസിക് സ്കൂളിൻ്റെ അധ്യാപകനാണ്. ഓ ശരി സാർ, ശരി സാർ. അതൊരു ട്രസ്റ്റാണ്. ആ ട്രസ്റ്റിൻ്റെ പ്രസിഡൻറ്റും കൂടിയാണ്. ഓ സാർ 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 സാർ. അപ്പോൾ സപ്തസ്വരയുടെ ഗാനമേള ട്രൂപ്പുണ്ട്. ഓ അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഇപ്പോഴും ക്ലാസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ ഓ ഓ ഇപ്പം മെയിനായിട്ട് പറഞ്ഞ ആ സ്കൂളും ഞാനുമാണ് ഉള്ളത്. സാർ 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 10-12 അധ്യാപകരുണ്ട് സാർ. ഓക്കെ. പിന്നെ സ്റ്റുഡൻസ് കുറേ പേരുണ്ട്? സ്റ്റുഡൻസ് ഉണ്ട് സാർ. ഓക്കെ. ഏതാണ്ട് ഒരു 10-90 സ്റ്റുഡൻറ്റുകളുണ്ട്. അപ്പം എല്ലാ ഇൻസ്ട്രുമെൻറ്റും പഠിപ്പിക്കുന്നു. ഓ ശരി സാർ. സാർ സാർ ഇന്നിപ്പോൾ സാർ വടക്കഞ്ചേരിയിലാണ് ഉള്ളത് അല്ലേ? ഇന്നിപ്പോൾ ഒരു ഡബ്ബിങ്ങുമായി ബന്ധപ്പെട്ടാണ് സാർ വന്നിരിക്കുന്നത് അല്ലേ? സാർ ആ ഷോർട്ട് ഫിലിമിൻ്റെ പേരെന്താ സാർ? ഇട്ടാവട്ടം പഞ്ചായത്താണ്. ആ ഷോർട്ട് ഫിലിമിൽ സാർ നല്ലൊരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നു അല്ലേ? അത് ചെറിയൊരു ക്യാരക്ടർ ചെയ്യണമെന്ന് പറഞ്ഞു. അത് പിന്നെ ഈ ഷെരീഫ് കാവശ്ശേരി പറഞ്ഞാലൊക്കെ ചെയ്യാൻ അതെ അതെ അതെ. അതുപോലെ സ്ക്രിപ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ എഴുതി കൊടുക്കും സാർ. ഈ ഇട്ടാവട്ടം പഞ്ചായത്തിൻ്റെ സ്ക്രിപ്റ്റ് സാറാണോ? അതെ അതെ. ഓ ശരി സാർ, ശരി സാർ. അപ്പോൾ എന്ത് തോന്നുന്നു സാർ ഇത്രയും വയസ്സിൻ്റെ ഇടയിൽ ഒന്ന് പിന്നാലേക്ക് ഒന്ന് തിരിയുമ്പോൾ എന്താണ്? സംതൃപ്തനാണ് ഞാൻ. സംതൃപ്തനാണ്. 72 കൊല്ലമായി, 72 വയസ്സായി സാർ. ഇപ്പോഴും ഈ പരിപാടിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഈ ഡബ്ബിങ് സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഷെരീഫ് അണ്ണൻ പറയുന്നത് കേട്ടു, AR റഹ്മാനല്ല. അങ്ങനെ പറയുമ്പോൾ സാർ എന്താണ് മനസ്സിൽ ഉണ്ടാവുന്ന ഒരു? ഒന്നുമില്ല, അങ്ങനൊരു വികാരമൊന്നും എനിക്കില്ല. കാരണം ഷെരീഫ് കാവശ്ശേരിയെ സംബന്ധിച്ച് കുറേ വർഷങ്ങളായുള്ള ബന്ധമാണ്. അദ്ദേഹം പറയുന്ന കോമഡിക്ക് ഞാൻ തലയാട്ടുകയല്ലാതെ മഹത്വമൊന്നും സംസാരിക്കാറില്ല. എന്നാലും AR റഹ്മാൻ്റെ ഒരു പേരും അവിടെ നമ്മൾ എത്താറായിട്ടില്ല. അവിടേക്ക് നമ്മൾ എത്തിയിരുന്നു. ഒരു പക്ഷേ നിങ്ങളുടെയൊക്കെ ജൂനിയറാണ് അദ്ദേഹം. അത് ജൂനിയറാണ്. പക്ഷേ അവിടേക്ക് നമുക്ക് പോകാൻ കഴിഞ്ഞില്ല അല്ലേ സാർ? എന്തെങ്കിലും അതിന് എന്തുകൊണ്ടാണ് സാർ അങ്ങനെ ഒരു? അത് ഇതിൽ വേറൊരു കാര്യമുണ്ട്. ഞാനൊക്കെ സംഗീതം പഠിക്കുന്ന കാലത്ത് ശാസ്ത്രീയ സംഗീതമാണ് പഠിക്കുന്നത് സാർ. അത് തന്നെ വളരെ ബുദ്ധിമുട്ടാണ് പഠിക്കുന്നത്. ഒരു 70-75 കാലഘട്ടത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇതിനൊരു മാറ്റം വന്നു, സംഗീതത്തിലൊരു മാറ്റം വന്നു സാർ. അത് പിന്നെ കീബോർഡൊക്കെ അങ്ങനെ ആദ്യമായിട്ട് കീബോർഡൊക്കെ കൊണ്ടുവരുന്നത് നമ്മൾ കോട്ടയം ജോയിയാണ്, മരിച്ചുപോയ ജോയിയാണ്. അദ്ദേഹം ആ കാലഘട്ടത്തിൽ നമുക്ക് ഇതിൻ്റെ നൊട്ടേഷൻ കാര്യങ്ങളൊക്കെ, അതായത് കാരണം ഇതൊക്കെ വെസ്റ്റേൺ ഉപകരണങ്ങളാണ് സാർ. അത് നോട്ട് പ്രത്യേകിച്ച് വെസ്റ്റേൺ നോട്ട് പഠിക്കണം സാർ. അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ചെന്നൈ പോകണം. അപ്പോൾ ജോൺസൺ അവിടെ ചെന്നൈയിൽ ദേവരാജ മാഷയുടെ അസിസ്റ്റൻ്റായി പോയി നിന്നപ്പോൾ സാർ അവിടെ 3 മാസം വന്ന് നിൽക്കാൻ എന്നെ വിളിച്ചു. കുറച്ച് നോട്ടേഷൻ പറഞ്ഞു തരാമോ? ഞാനതിന് നിന്നില്ല. കാരണം നമുക്കുള്ള സാമ്പത്തിക ചുറ്റുപാടും അവിടെ താമസമൊക്കെ ഒരു ബുദ്ധിമുട്ടാക്കണ്ടെന്ന് വിചാരിച്ച് മാറിയത്. അപ്പോൾ ഈ വെസ്റ്റേൺ മ്യൂസിക് ഇല്ലാത്തിടത്തോളം കാലമാണ് സാർ. ഇപ്പം പുള്ളിയുടെ അച്ഛൻ RK ശേഖർ വെസ്റ്റേൺ മ്യൂസിക് പുള്ളി ചെയ്തിട്ടില്ല സാർ. അത് അന്നത്തെ കാലഘട്ടം അതാണ്. അപ്പോൾ അതിലേക്ക് കടന്നു വരണമെങ്കിൽ അതിപ്പോഴും ഇത്തിരി ബുദ്ധിമുട്ടുള്ളൂ സാർ. എന്നാൽ ഇപ്പം നമ്മളത് പഠിച്ചു കഴിഞ്ഞു സാർ.
കുറച്ചൊക്കെ നമ്മൾ കോഴ്സും കാര്യങ്ങളും എല്ലാം പഠിച്ചു. മുമ്പ് അതില്ല. ഓ അപ്പം അതിൻ്റെ ഒരു മക്കള് കുട്ടികൾ രണ്ട് പേര് ഒരാണും ഒരു പെണ്ണും. ഓ വൈഫ് എന്ത് ചെയ്യണു സാർ? വൈഫ് കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. എല്ലാം ഇപ്പോഴും നിങ്ങളോട് ആ ഒരു കലയോടുള്ള സ്നേഹവും അവർക്കുമുണ്ട്. ഉണ്ട് സാർ. സാർ എന്താണ് ഇനി ഈ പൊതുസമൂഹത്തിനോട് മ്യൂസിക്കലായിട്ട് അല്ലെങ്കിൽ കലാകാരന്മാരോട് എന്താണ് സാർക്കൊരു അഭിപ്രായം പറയാൻ? കലാകാരന്മാർ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളോടക്കം പറയുന്നൊരു കാര്യം സാർ, ഈ കലയിൽ കിടന്ന് അഹങ്കരിക്കരുത്. വെരി ഗുഡ് സാർ. ഒരു കലാകാരന് ഏറ്റവും വേണ്ടത് അതാണ് സാർ. പിന്നെ പഴയ കാലത്ത് ഒരു കലാകാരനായ കള്ളു കുടിക്കണം, നല്ല കല വരുള്ളൂ എന്നാണ്. അതെ. പക്ഷേ അതിൻ്റെ ആവശ്യമില്ലാന്ന് ഞാൻ തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുവരെ മദ്യം കഴിച്ചിട്ടുണ്ട്. ഉണ്ട്. അത് അതിൻ്റെ ദോഷങ്ങളും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഉപദേശം കൊടുക്കുന്നത്. സാർ, ഈ രംഗത്ത് വരുന്ന ആൾക്കാർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാകാൻ പാടില്ല. അങ്ങനെ വന്നാൽ അവൻ്റെ കല നശിച്ചു പോവുകയാണ്. തീർച്ചയായിട്ടും. അതാണ് അവർക്ക് ഉപദേശം കൊടുക്കാനുള്ള ഇത്രയേ ഉള്ളൂ. സാർ, സാർ എന്തായാലും ഇനിയും എത്രയോ സ്റ്റേജുകളിൽ സാധാരണക്കാരായ സാറിൻ്റെ ഒരു വേദിയിൽ എനിക്കും പാടാനുള്ളൊരു അവസരം കിട്ടി. അപ്പോൾ ഇനിയും വളർന്നു വരുന്ന എത്രയോ സംഗീതജ്ഞർക്കും പാട്ട് പാടാൻ കഴിവുള്ള കലാകാരന്മാർക്കും അഭിനയിക്കാൻ കഴിവുള്ള എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. സാറിൻ്റെ അനുഗ്രഹം വീണ്ടും വീണ്ടും അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ പി റഹ്മാൻ എന്ന് പറയുന്ന സാർക്ക് പാലക്കാട് ജില്ലയിൽ കൊളപ്പള്ളിയിൽ ജനിച്ചു വളർന്ന വാണിയമ്പാറയാണ്. ഓ സാറ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് അല്ലേ? ഓ ഓ ഓ തൃശ്ശൂർ ജില്ലയാണോ? പാലക്കാട് ജില്ല വടക്കഞ്ചേരിയിലാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ എല്ലാവിധ ആശംസകളും സാർ. താങ്ക് യു സോ മച്ച്.